സത്യത്തിൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല കേട്ടോ, ക്ഷമിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി വിധി അനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. കോടതി പറയുന്നത് വരെയും, അതായപ്പോൾ ഹൈക്കോടതി എന്നോട് വരണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് തീർച്ചയായും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇപ്പോൾ എന്നോട് KAT ന്ന് ഞാനാണ് DHS എന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സർക്കാർ പറയുന്ന ഒരു വാദമേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മറ്റൊരു ഉത്തരവ് ഇറക്കണം, എങ്കിൽ മാത്രമേ സാങ്കേതികപരമായി നിലനിൽക്കുമെന്നാണ് സർക്കാർ വാദം. അത് പറയേണ്ടത് ഒരിക്കലും ഞാനല്ലോ, KAT ആണ് പറയേണ്ടത്. കോടതി വിധിക്ക് അതിൻ്റെ മീതെയും കുറേ നൂലാമാലകളുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് ശരിക്കും ആ വിധി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം KAT എഴുതിയേക്കുന്നത് ഞാനിപ്പോൾ മറ്റെന്തിനേക്കാളും വില കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആരുമില്ലാത്ത ഒരാൾക്ക് നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥിതി പറഞ്ഞിരിക്കുന്നതിൽ മുഴുവനായി കീഴ്പ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. അപ്പോൾ അതിന് വീണ്ടും സാങ്കേതികത്വം ഉണ്ടോ എന്ന് പറയേണ്ടത് KAT ആണ്, ഞാനല്ല. ഇന്നും സീറ്റിലേക്ക് പോകാനാണോ മാഡം? ചില യോഗങ്ങൾ സീറ്റിലേക്ക് പോവാണ്. സീറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ശീലം പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല. ഈ ഓഫീസിലെ ക്ലർക്കുമാരുടെ സീറ്റിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സീറ്റിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ ഇടയുണ്ടെങ്കിൽ എൻ്റെ കുറേയധികം പെൻഡിങ് വർക്കുകളുണ്ട്, അത് ഞാൻ തീർക്കും. ഇന്നിപ്പോൾ DHS പങ്കെടുക്കേണ്ട പലതരത്തിലുള്ള യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയും? തീർച്ചയായും ഞാൻ തള്ളിക്കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ മറ്റൊരാളാണ് DHS എന്ന് ഗവൺമെൻറ് പറയുന്നു, ആ DHSനോട് നിർദ്ദേശങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും ഒരു അസന്നിഗ്ധ ഘട്ടമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു കല്ലുകടിയായിട്ട് ഇടയിൽ കയറി കുത്തിത്തിരിയാൻ ഞാനില്ല. എനിക്കിഷ്ടമായ പെൻഡിങ് വർക്കുണ്ട്, ആ വർക്ക് എനിക്ക് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ. തീർച്ചയായും. ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ നീണ്ടു പരന്നു കിടക്കുന്നൊരു വകുപ്പാണ്. അതിനകത്ത് ഏതൊരു പ്രവർത്തകനും ചെയ്യുന്ന ഏതൊരു ചെറിയ ജോലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും എനിക്ക് സഹായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഒരു സമയമാണ്. എല്ലാവരും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ള ജാഗ്രത എടുക്കുക. എല്ലാവരും വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ ഓഫീസുകളിലും ഞായറാഴ്ചകളിൽ നിങ്ങളുടെ വീടുകളിലും ദയവ് ചെയ്ത് കൊതുകുകൾ വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പാക്കുക. നല്ല വെള്ളം നമുക്ക് കിട്ടാനുള്ള ലഭ്യത വളരെ കുറവുള്ളൊരു സംസ്ഥാനമായതുകൊണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. രോഗങ്ങൾ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, അതിയായ ജാഗ്രത എടുക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളും ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് സഹായിക്കും. ഈ DHS എന്ന നിലയിൽ പലതരത്തിലും ഈ കണക്കുകളൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ട ആളാണ്, ഈ കണക്കുകൾ കിട്ടേണ്ട ആളാണ്, അത് കൃത്യമായി വിവരം ധരിപ്പിക്കേണ്ട ആളാണ്. ആ കണക്കുകളൊക്കെ കിട്ടുന്നുണ്ടോ? വിവരം നോക്കൂ, DHS എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ആൻഡ് സപ്പോർട്ടാണ്. ഇവിടെ ഓരോ വിഭാഗത്തിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്, ഓരോ അഡീഷണൽ ഡയറക്ടർമാരുടെ കീഴിലാണ് ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ഏകീകരിക്കാൻ ആരെങ്കിലും ഒരാൾ ഏകീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ ചുമതല കൊടുത്ത് അവർ ഏകീകരിക്കുന്നുണ്ട്. അതിനകത്ത് കയറിയിട്ട് അതെൻ്റെ മാത്രം ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു PTS മുതൽ മിനിസ്റ്റർ വരെയുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോയാൽ മാത്രം വിജയിക്കുന്ന ഒരു വകുപ്പാണ്. നാളെ ഇതുവരെയുള്ള ആരോഗ്യ വകുപ്പിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ്, ഭാവിയിലും അങ്ങനെ ഉണ്ടാവും. ഞാൻ മരിച്ചു പോകാം അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മരിച്ചു പോകാം, പക്ഷെ സിസ്റ്റം വിൽ കണ്ടിന്യൂ. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഐക്യമുണ്ടോ? പുറത്തുനിന്ന് നോക്കുന്ന ഒരു ഐക്യപ്പെടൽ അല്ല ആരോഗ്യവകുപ്പിലുള്ളത്. ആരോഗ്യവകുപ്പിൽ എപ്പോഴും ഐക്യം ഉണ്ടെങ്കിലാണ് എന്തും നടക്കൂ. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ചെറിയൊരു പ്രശ്നം, ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ അല്ലല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് പരിഹരിച്ചു പോകും. ഒരു കാര്യം, നിപ്പ ഫലം ഒളിച്ചു വെച്ചു എന്ന് മന്ത്രി പറഞ്ഞിരുന്നു. മാഡത്തിന് അങ്ങനെ ഒരു ഞാൻ അറിഞ്ഞ നിമിഷം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി 6:24 ഞാൻ അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ സാറിനോട് പറയുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത്, സാർ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം 20ഓളം ഉദ്യോഗസ്ഥർക്ക്, മിനിസ്റ്റർ ഓഫീസ് അടക്കമുള്ള 20ഓളം ഉദ്യോഗസ്ഥർക്ക് ഒരേ നിമിഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആരോഗ്യ വകുപ്പിന് പ്രധാനമായിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ഈ നിപ്പ മറ്റുള്ള ആൾക്കാർക്ക് പകരാതിരിക്കാനുള്ള സർവെയിലൻസും പ്രതിരോധ പ്രവർത്തനങ്ങളുമാണ് ചെയ്യുന്നത്. രോഗീ പരിചരണം മുഴുവനും മെഡിക്കൽ കോളേജിൻ്റെ ഡ്യൂട്ടിയാണ്. പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്,
പേഷ്യൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തത് മെഡിക്കൽ കോളേജിലാണ്. റിസൾട്ടിന് ആധികാരികമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മെഡിക്കൽ കോളേജാണ്. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറും ഇതേ ഇതിൽ തന്നെ ഈ മെയിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ അവിടെ നിന്ന് സാധാരണഗതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ നിപ്പയുടെ സമയത്തും ഈവൺ ഫ്ലഡിൻ്റെ സമയത്തും നമ്മളുടെ വയനാടുണ്ടായ ദുരന്ത സമയത്തും എല്ലാം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ മകളുടെ കല്യാണത്തിന് വെറും 5 ദിവസം മുമ്പ് മാത്രമാണ് എനിക്ക് വയനാട് ദുരന്ത സ്ഥലത്ത് നിന്ന് വരാൻ പറ്റിയത്. ഞാൻ ഡ്യൂട്ടിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സീരിയസ് ആയിട്ടും കണക്കാക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. നാളിതുവരെയും അതിൽ നിന്ന് ഞാൻ വീഴ്ച വരുത്തിയിട്ടാണ്, ഇപ്പോഴും വീഴ്ച വരുത്തുന്നില്ല. നിപ്പയുടെ സമയത്ത് അവിടെ എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞതിന് കാരണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ആരോഗ്യവകുപ്പിൽ 420ഓളം അസിസ്റ്റൻറ്റ് സർജന്മാരുടെ ഒഴിവുകളുണ്ട്. ആ ഒഴിവുകൾക്ക് വേണ്ടിയിട്ട് 8-ാം തീയതി വൈകുന്നേരമാണ് PSCയിൽ നിന്ന് 395 പേരുടെ അഡ്വൈസ് കിട്ടിയത്. അവരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പർട്ടിക്കുലർ ദിവസം ഫുൾ ടൈം 5:20 വരെയും ഞാൻ ഈ പോസ്റ്റിങ്ങിൽ വ്യാപൃതയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എന്നോടൊപ്പം സെക്ഷൻ ക്ലർക്ക് ഉണ്ടായിരുന്നു, SS ഉണ്ടായിരുന്നു, 2 അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുണ്ടായിരുന്നു. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീഡിയ ബ്രീഫിങ്ങിന് ഞാൻ വരണമെന്നുള്ളൊരു നിർദ്ദേശം പോലും എനിക്ക് ലഭിച്ചത്. ആ നിർദ്ദേശം ലഭിക്കുമ്പോൾ നമ്മൾ നിപ്പയ്ക്ക് അവിടെ ഒരു ഉദ്യോഗസ്ഥയെ, വളരെ സീനിയറായിട്ടുള്ള അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് പിന്നെ ഞാൻ അവിടെ നിർദ്ദേശിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തു നിന്ന് മാത്രമാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അവിടെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് സംസ്ഥാന മാസ് മീഡിയ ഓഫീസറിൽ എത്തിക്കാനും അത് നേരെ മിനിസ്റ്റർക്ക് എത്തിക്കാനുമുള്ള നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്യൂട്ടിക്ക് ഇരുന്നത്. 5:20 സ്വാഭാവികമായും ഈ മീറ്റിങ്ങിന് ചെല്ലണമെന്നെനിക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം സ്റ്റേറ്റ് മാസ് മീഡിയ ഓഫീസറെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ് മാസ് മീഡിയ ഓഫീസർ പറഞ്ഞു, ഓൾറെഡി കാലിക്കറ്റിൽ എന്താണോ മീഡിയ പ്രസ് കോൺഫറൻസ് ചെയ്യുന്നത് അതിനുള്ള റൈറ്റപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് മിനിസ്റ്റർ ഓഫീസിലേക്ക് കൊടുത്തിട്ടുണ്ടെന്നോ. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തരണം. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ എക്സാക്റ്റ് ഈ സ്ഥലം അറിയാത്തതുകൊണ്ട് ഇനി ആകെ 5 മിനിറ്റും കൂടിയേ ഉള്ളൂ, നിങ്ങളും കൂടി എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹവും എൻ്റെ കൂടെ വന്നു. പോകുന്ന വഴിക്ക് വെച്ചിട്ട് എനിക്ക് ഷിഗല്ലയുടെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരണമെന്ന് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് കോൾ വന്നു. ഞാനപ്പോൾ ഡോക്ടർ ഹരി, അദ്ദേഹമാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, അദ്ദേഹത്തിനെ വിളിച്ചു. ഷിഗല്ലയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു. അതിനുശേഷം തിരുവനന്തപുരത്തെ DMOനെ വിളിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു. അതെല്ലാം എനിക്ക് തന്ന ഈ സ്ലിപ്പിൻ്റെ സൈഡിൽ എഴുതി. അതിനിടയിൽ ഞാൻ മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുത്തിട്ടുണ്ടെന്ന് അതിനിടയ്ക്ക് എനിക്ക് വിളിച്ചൊരു ഇൻഫർമേഷൻ തന്നു. അത് ഞാൻ ഈ ഇതിൻ്റെ മീഡിയ ബ്രീഫിങ്ങിനുള്ള സ്ഥലത്ത് എത്തുമ്പോൾ സാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സാർ എത്തിയത്. സാർ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ആകെ സാറിനോട് സംസാരിക്കാൻ സമയം കിട്ടിയത് മോണോക്ലോണൽ ആൻറ്റിബോഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ സാറേ എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും റിസൾട്ടിൻ്റെ കാര്യം എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജസ്റ്റീനെയാണ് അത് റിസൾട്ട് വന്നു എന്ന് ജസ്റ്റീനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്തിനെ വിളിച്ചത്. അപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, മാഡത്തിന് വാട്സപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രതിസന്ധികളിൽ വാട്സപ്പ് നിങ്ങൾ ഒരിക്കലും അയക്കരുത്, നിങ്ങൾ എന്നെ വിളിച്ച് പറയേണ്ടതല്ലേ, ഞാൻ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. സാറിനെ ഞാൻ വിളിച്ചു. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് റിസൾട്ട് പോസിറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വീണ്ടും ഞാൻ റീത്തയെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ വാട്സപ്പിലൂടെ വിളിച്ച് പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കുന്നു, വാട്സപ്പിൽ ഇട്ടു, എന്നെ വിളിച്ച് പറഞ്ഞില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ മീഡിയയ്ക്ക് കൊടുക്കേണ്ട പ്രസിദ്ധീകരണത്തിൽ പോസിറ്റീവ് എഴുതിയിട്ടില്ല? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ DHS ആയി ചാർജ് എടുക്കുമായിരുന്നെങ്കിൽ, ആ സമയത്ത് എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഉടനെ തന്നെ അതിന് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അത് മനസ്സിലാക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് 100% ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞിട്ടും പറയാതിരുന്നു എന്നുള്ളത് ഒട്ടും സത്യമല്ല. മന്ത്രി ഇപ്പോൾ വലിയ വിമർശനമായി പറഞ്ഞത് അന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് അയച്ച ആ ഒരു കത്താണ്. കാരണം ഒരു കൂടിയാലോചനയും നടത്താതെ ഡോക്ടറെ വിട്ടുതരില്ല എന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു എന്നതാണ് മന്ത്രി പറയുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ആ ലെറ്ററിന് മുകളിൽ തന്നെ അതൊരു സൂചനയുണ്ട്. ഒരു സൂചന ആയിട്ടൊരു കാര്യം, അതായത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറുടെ നോട്ടാണ് അതിൻ്റെ സൂചന ഉള്ളത്. ആ നോട്ട് വരാനായിട്ടുള്ളൊരു കാരണമുണ്ട്.
ആ നോട്ട് കഴിഞ്ഞിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. അതും മാത്രവുമല്ല, അതിന് തൊട്ട് മുമ്പ് ദേവസ്വം കമ്മീഷണർ തന്നെ വിളിച്ചു ചേർത്ത ഒരു മീറ്റിങ്ങിൻ്റെ ഒരു തീരുമാനപ്രകാരം ആരോഗ്യ വകുപ്പുമായിട്ടൊരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ട് എന്ന വിധത്തിലല്ലാതെ മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഈ പ്രതിസന്ധി നിൽക്കുന്ന സമയത്തും മാസപൂജയ്ക്ക് വേണ്ടി എൻ്റെ സ്റ്റാഫ് തന്നെ, എൻ്റെ ഡോക്ടർമാർ സ്റ്റാഫും ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ്. കൊടുക്കില്ല എന്ന് പിടിവാശിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ ഞാൻ അവരെ പോസ്റ്റ് ചെയ്യില്ലല്ലോ. പിന്നെ അതിനകത്ത് എവിടെയും ഞാൻ ഡോക്ടേഴ്സിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആശുപത്രിയിലെ വർക്കും അതേപോലെ ഭക്തജനങ്ങളുടെ ആരോഗ്യവും ഏറ്റവും നന്നായി കൊണ്ടുപോകാനായിട്ട് ദേവസ്വവും ആരോഗ്യവകുപ്പും എല്ലാം സമന്വയിച്ചിട്ട് ഒരു ആക്ഷൻ പ്ലാൻ എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ ദയവ് ചെയ്ത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇതുപോലും ഞാൻ പറഞ്ഞത് ഇത് കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ പെൻഡപ്പായിട്ട് ഇരിക്കുകയാണ്. ഇത് നിങ്ങളോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ പാറയും കല്ലും ഒന്നും അല്ല. ഞാനൊരു മനുഷ്യജീവിയാണ്. എനിക്ക് വികാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുക. ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാലഘട്ടം മാധ്യമപ്രവർത്തകരുടെ സേവനമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ പറയുന്നത് ജനങ്ങൾ കേൾക്കും. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഐക്യത്തോടെ ഈ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാലഘട്ടത്തിനെ തരണം ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.